നമ്മൾ കൗതുകം ഇഷ്ടപ്പെടും. നമ്മൾ എപ്പോഴും കാണുന്ന, എപ്പോഴും അല്ല, അതിൽ വ്യത്യസ്തമായത്, ആർക്കാർക്കും അറിയാത്തത്, പ്രത്യേകമായ ചില പ്രാധാന്യമുള്ളത്, അങ്ങനത്തെ ഇൽമ പറഞ്ഞു തരിക നബിയെ എന്നാണ് ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധ്യാനം കിട്ടിയാലല്ലേ പിന്നെ കൗതുകമുള്ളത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. നമ്മളിപ്പോ ഈ സദസ്സിലിരിക്കും, നമ്മൾ ഈ ചർച്ച തന്നെ നടക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇശാനിസ്കാരത്തിന്റെ ശേഷമാണ് ഈ ചർച്ച നടക്കുന്നത്, അല്ലേ? കടന്നുറങ്ങാൻ പറഞ്ഞ നേരമാണ്, ഇൽമ തേടാൻ വേണ്ടി അല്ലാഹു തആല അനുവദിച്ച സമയമാണ്. എന്നാൽ ഈ ഇൽമുകളിൽ വെച്ച് ഏറ്റവും ആദ്യം ഒരാൾ പഠിക്കേണ്ടത് എന്താ? നിസ്കാരം എങ്ങനെ നിർവഹിക്കലെന്നാണ്. വുളു എങ്ങനെയാണെന്ന് പഠിക്കണം, നോമ്പ് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, എന്താണ് സക്കാത്ത്, എന്താണ് ഹജ്ജ്. നിസ്കാരം എന്താണെന്ന് അറിയൂല, നിസ്കാരം ബാത്തിലാകുന്ന വിഷയം. ഏതൊരു വിഷയത്തിന്റെയും അടിസ്ഥാനം അറിഞ്ഞിട്ടേ അതിന്റെ ബാക്കിയുള്ളത് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. റമദാനിലൊക്കെ നോമ്പ് നോക്കുന്ന സുന്നത്ത് നോമ്പ്, സുബ്ഹാനല്ലാഹ്, നിസ്കാരം നഷ്ടപ്പെട്ടു പോയ കാലങ്ങളുണ്ടാവും. അറിവില്ലായ്മ കൊണ്ട് അതിനെപ്പറ്റി അത്ര ചിന്തിച്ചില്ല, ആരും അങ്ങനെ പറഞ്ഞെന്നില്ല. കോളേജ് പഠിക്കുന്ന കാലത്ത് എന്ത് നിസ്കാരം, ജുമുഅക്ക് തന്നെ പോയിട്ടില്ലല്ലോ, അങ്ങനത്തെ ഒരുപാട് ചെറുപ്പക്കാർ പിന്നീട് തിരിച്ചു വന്ന് വളരെ നല്ല മനുഷ്യരായി ജീവിക്കുന്നവർ. പ്രായപൂർത്തി ആയതിനു ശേഷമുള്ള നിസ്കാരങ്ങൾ ഖളാ വീട്ടണം, അത്തരക്കാർക്ക് സുന്നത്ത് നിസ്കാരം പോലും പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ സുന്നത്ത് നിസ്കരിക്കുന്ന നേരം അയാൾ ഫർള് നിസ്കരിച്ചോട്ടെ എന്നതിന്റെ അർത്ഥം. സുന്നത്ത് നിസ്കരിക്കാനുള്ള ആഫിയത്തുണ്ടോ, എന്നാ ഫർള് നീ ഖളാ കൂട്ടിക്കോ, നഷ്ടപ്പെട്ടു പോയ ഫർള് ഖളാ കൂട്ടിക്കോ. ചിലരെന്താ മനസ്സിലാക്കുക, ആ സുന്നത്ത് പാടില്ല എന്നൊക്കെ തറാവീക്കൊന്നും പോണ്ടേ, എന്ത് ഞമ്മക്കിത് പറഞ്ഞിട്ടില്ല, എന്ത് ഞാൻ പണ്ടേ നിസ്കാരം ഖളാ ആക്കിയ ആളാണ്, സുന്നത്ത് വേണ്ടെന്നല്ലേ ഉസ്താദ് പറഞ്ഞത്, ഇതല്ല പറഞ്ഞതിനർത്ഥം. അങ്ങനെ സംശയം ചോദിച്ചു, നമ്മൾ ഈ ക്ലാസ്സിലാണ് എവിടെ നിന്നല്ല. അപ്പോ അവർക്കൊന്നും തറാവീഹ് നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നാണോ ഇതിനർത്ഥം? സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ ചിലർ വരുന്നില്ല, എന്ത് സുന്നത്ത് പറ്റൂല, ഹറാം എന്നല്ലേ പറഞ്ഞത്. യാ അല്ലാഹ്, അതിന്റെ അർത്ഥം അതല്ല മുഅ്മിനീങ്ങളെ, അതിന്റെ അർത്ഥം അതല്ല. നിങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള ആഫിയത്തുണ്ടോ, ഫർള് ഖളാ വീട്ട്. കാരണം നിനക്ക് ഏറ്റവും പ്രധാനം നിന്റെ ഫർളാണ്. റമദാൻ ഖളാ വീട്ടാനുണ്ടായിട്ട് ഇസ്നൈനിന്റെയും ഖമീസിന്റെയും, തിങ്കളാഴ്ചയുടെയും വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളാണ് നീ. സുന്നത്തല്ല, നീ ഫർള് ഖളാ വീട്ടാ നേരം, എന്നിട്ട് സുന്നത്ത് എടുത്തോ. എന്നാ പിന്നെ ഞാൻ വ്യാഴാഴ്ച വെള്ളി തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് ഇനി നിർത്തി വെക്കട്ടെ, ഇതെല്ലാം പറഞ്ഞ ആൾക്കാർ തിരിച്ചു മറിച്ചൊക്കെ മനസ്സിലായി. നമ്മൾ നിസ്കരിക്കാനുണ്ട്, അല്ലേ?